ഷേക്കിൻ്റെ കേട്ടറാ, ഷേക്കിൻ്റെ കേട്ടറാ. രാമ എനിക്ക് വാ പോവാ. രാമ എനിക്ക് വാ. രാമ എനിക്ക് 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 പോവാ. ഇത് രാമുവാണ്, രാമു. എന്താ രാമൻ്റെ കണ്ണ് കണ്ടില്ലേ? ആനക്കണ്ണ് മാതിരിയാണ്. കണ്ടോ കണ്ണ് കണ്ടില്ലേ? ആനക്കണ്ണ് മാതിരിയാണ്. എല്ലാ കാര്യം സൂത്രക്കണ്ണാണ്, ഭയങ്കര സൂത്രമാണ് ഇനി. പക്ഷെ ആൾ പാവാണത്. സൂത്രം, ബുദ്ധി, ശക്തി ഇതൊക്കെ ഉണ്ട്. എൻ്റെ കണ്ണ് കണ്ടറിയാം. ഇതാണ് ഈ നായുടെ ഇതുണ്ട്. പിന്നെ പോരാത്തതിന് നെറ്റിയുടെ മുകളിൽ കണ്ടിട്ട് കുറി. ഇത് പണ്ടൊക്കെ പശു എന്താ അതിന് പറയും, ഗോ അങ്ങനെ എന്താ അങ്ങനത്തെ ഒരു ഇതുണ്ട് പണ്ട് പശുക്കൾക്ക്. ഈ നെറ്റിക്കുറി ഉണ്ട്. അതുമാതിരി നായുടെ കുറിയാണത്, രാമുവിൻ്റെ കുറി. അത് കാരണം കൊണ്ട് രാമു ഒരു ഭംഗി ഉള്ള ഒരു ഇതാണ്. ഡാൽമിഷാണ്. 13 വയസ്സ് കഴിഞ്ഞു. 13 വയസ്സ്, 14ാമത്തെ വയസ്സാണ്. ഈ ചെവിട്ടിൽ ഇവിടെയാണ് ഇവന് ഇത് പ്രശ്നം ഉണ്ടായിരുന്നത്. കണ്ട ഇവിടെ ഇതാ ഓപ്പറേഷൻ ചെയ്തു ഒരു മുഴ ഇവിടെ. അത് മാറിയപ്പോൾ എത്ര രൂപയുടെ മരുന്നാണ് ഇവന് വേണ്ടിയിട്ട് ചിലവ് തന്നെ. ഈ ചെവിട്ടിലും ഓപ്പറേഷൻ കഴിഞ്ഞത്. ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞത് കണ്ടില്ലേ? ഇത് ഓപ്പറേഷൻ കഴിഞ്ഞത്. ഇതാണ് ഇവരുടേത്. ചെവിട്ടിൽ എപ്പോഴും കേടുവരും. ചെവിട് നന്നായി നോക്കണം. വേറെ ആരോഗ്യപരം കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാണ്. എല്ലുകളൊക്കെ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. കണ്ടോ? എല്ലുകളൊക്കെ ദ്രവിച്ചു തുടങ്ങി. എല്ലുകളൊക്കെ ദ്രവിച്ചിട്ട് പോയി തുടങ്ങിയിട്ടുണ്ടാവും. നടക്കാൻ ഓടാനൊന്നും വയ്യ. എന്നാലും ഓടും. പൂച്ചയുടെ പിന്നാലെയൊക്കെ ഓടും. പക്ഷേ നല്ല ഓട്ടത്തിൽ മിടുക്കനാണ് ഇവൻ. നേരത്തിന് 8 മണിയാകുമ്പോൾ വെള്ളപ്പിലേക്ക് എത്തണം. ഇല്ലെങ്കിൽ തിക്കുന്നേർക്ക് അവിടെ വായി. ആ തിക്കുന്നേര് 8 മണിക്ക് പോയാൽ മൂത്രം ഒരു 5 മൂത്രം ഒഴിക്കും. 5 ഒഴിച്ച് പിന്നെ അവൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. പല്ലൊക്കെ അടിപൊളി പല്ല കണ്ടോ? എൻ്റെ പല്ലൊക്കെ മൂക്ക് കണ്ടോ? കറുത്ത മൂക്ക, നല്ല ശൗര്യവാനാകണ്ടോ? ഈ മൂർക്കം പാമ്പുകൾക്ക് ഉണ്ടാവും. പത്തി അതുമാതിരിയാണ്. കണ്ടോ? ഇവിടെ കറുപ്പ് പത്തിയുടെ ഈ ഒരു ചിഹ്നമില്ലേ? അതുമാതിരി. ഫോട്ടോ എടുക്കണത് എൻ്റെ ഇഷ്ടമല്ല. അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ മുരളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കണ്ടോ? മൂക്ക് കണ്ടില്ലേ? ഈ മൂർക്കം പാമ്പുകളുടെ ഇതാണ്, ശൗര്യമാണ്. മൂർക്കം പാമ്പിന് ഇതുമാതിരി ഒരു വര മാതിരി ഉണ്ട്. അതുമാതിരിയാണ്. കടിച്ച തോല് കടിച്ചെടുക്കും. ഒരാൾക്ക് ഇതിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് പറ്റാൻ. അയ്യോ, ഒരു 15,000 രൂപ ചിലവ് വന്നിട്ടുണ്ട് ഇവൻ്റെ. അത് നമ്മളിത് മാസത്തിൽ 6 മാസം കൂടുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത്, ഓരോ കൊല്ലത്തിന് ഇഞ്ചക്ഷൻ ചെയ്ത് 6 മാസം ലൈസൻസ് എടുക്കുന്ന നായാണ്. ലൈസൻസ് ഉണ്ട്. രാമ വിളിച്ചാലൊക്കെ വിളി വരും. രാമ വാ. രാമു എന്നാണ് പേര്. ഫുൾ കിടക്ക വേണം അവന്. നല്ല വിരി വേണം. 2 ദിവസം ആകുമ്പോൾ തിരുമ്പി ഇടണം വിരി. ഇല്ലെങ്കിൽ കയറി കിടക്കില്ല. ഇപ്പം അവനെക്കാട്ടും വൃത്തി കിടക്കണ ഭാഗം വേണം. ഇത് വിരി 2 ദിവസം. ഇന്നലെ തിരുമ്പിട്ടതാണ്. ഇന്ന് നാളെ ഇത് പറ്റില്ല. നാളെ ഇത് തിരുമ്പി ഇടണം. അപ്പോൾ അത് വേറെ തിരി എടുക്കണം. അവന് കിടക്കാനായിട്ടാണ്. തലോണ കണ്ടില്ലേ? തലോണ കവറ് ആഴ്ചയിൽ കട്ട് ചെയ്യണം. തിരുമ്പും വിരി കളിക്കിൽ വെച്ച് കിടക്കാൻ. ഇത്രയൊക്കെ സൗകര്യം ഇത് കിട്ടണത് ഏത് നായ്ക്കാന്ന് ഞാൻ ആലോചിക്കും. ഇപ്പോൾ ഒരു നായ്ക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല. കട്ടിൽ കണ്ടില്ല? അടിപൊളി രാജകീയ കട്ടിൽ. ഇവന് 24 മണിക്കൂറും ഫാൻ AC, കാറ്റ് കിട്ടാൻ ചേരുന്ന മാതിരി എല്ലാ സൗകര്യങ്ങളോടും അടങ്ങിയത്. വെള്ളം, എല്ലാം ഉണ്ട് അതിന്.
ഇവൻ ഒരാളെ പോലെയാണ് രാമു ഉണ്ട്. ഇവിടെയൊക്കെ ഒരു ശരീരത്തിൽ പൗഡർ ഇട്ടിട്ട് ആഴ്ചയിൽ കുളിപ്പിക്കുള്ളൂ. ആഴ്ചയിൽ കുളിപ്പിക്കുമ്പോൾ ഇതാണ്, പൊടിയും ഇതൊന്നുമില്ല, നല്ല ശരീരം. കണ്ണ് കണ്ടില്ലേ, നമുക്കൊക്കെ 90 വയസ്സായ കണ്ണുണ്ടാവില്ല, ഇവർക്കൊന്നും അത് വിഷയമില്ല. നമുക്കൊക്കെ ഒരു 80 വയസ്സ് 60 വയസ്സിൻ്റെ മീതിയായ കണ്ണ് പോവും, കണ്ണ് തിമിരം മറ്റേതൊക്കെ ആയിട്ട്. ഇവരുടെ കണ്ണൊക്കെ അസല് കണ്ണാണ്, കണ്ടോ. ഒരിക്കലും ദൈവം അത് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്, കണ്ടോ. കണ്ണ് കാഴ്ചയാണ് ഇവർക്ക് ഏറ്റവും വലുത്. അല്ലെങ്കിൽ ഇവരെ രക്ഷിച്ചിട്ട് പോകേണ്ടതല്ലേ, അതിന് ദൈവം കൊടുത്തേക്കണതാണ്. കണ്ണ് അടിപൊളി കണ്ണ് കൊടുക്കും, ദീർഘദൂരം. മിസൈലും അതില്ലേ അതിൻ്റെയൊക്കെ പോക്ക് വരുമ്പോൾ വഴിയിലുള്ളതൊക്കെ കാണും. ഇതൊക്കെ ഇവിടെ കടിച്ചുണ്ടാക്കിയതാണ്. ഇതൊക്കെ മരുന്ന് പറ്റി ശരീരത്തിൽ ആ പൗഡർ ഇടുമ്പോഴേ ഇത് പറഞ്ഞ കളർ വ്യത്യാസമാണ്, ചേഞ്ചിങ്. കറുപ്പ് കണ്ടേ, കറുപ്പ് പുള്ളി. ഇതാണ് ഹൃദയം. അന്ന് ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഹൃദയം ഇവിടെയൊക്കെ വടിച്ചിട്ടുണ്ടാവും. ഇവിടെയൊക്കെ വടിച്ച് മലർത്തി കിടത്തിയിട്ടൊക്കെയാണ് ഇത് ഹൃദയത്തിൻ്റെ ഇത് എടുത്തത്. അത് ഓപ്പറേഷൻ ചെയ്യല്ല, ചെവി ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇതൊക്കെ ചെയ്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് അവനെ അവിടെ നിന്ന് ഇറക്കിയത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു 20% കിട്ടുള്ളൂ, കാരണം 13 വയസ്സായില്ലേ, ഈ നായൊക്കെ 10 കൊല്ലം ഇരിക്കുള്ളൂ. പക്ഷെ നമ്മളുടെ സാഹചര്യം കൊണ്ട് അവർ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ സുന്ദരനായി, സുഖമകനായി, ഇപ്പോൾ അവന് ഉഷാറായി. മരുന്നുകളിലും കൂട്ടാർന്നു, മരുന്ന് കഴിച്ച് അവൻ്റെ ശരീരമൊക്കെ ഇപ്പോൾ മുറുകി അടിപൊളിയായി, കണ്ടോ. 2 മണിക്ക് ചോറ് കിട്ടണം ഉച്ചയ്ക്ക്, ഒരു ലേശം ഒരു പിടി മതി. കോഴി വേണം, അല്ലെങ്കിൽ ഇറച്ചി എന്തെങ്കിലും വേണം, മീൻ പറ്റില്ല. ഇതൊക്കെയാണ് അവൻ്റെ സിസ്റ്റം. ചെറുപ്പത്തിൽ ശീലാക്കിയതാണ്. എന്തായാലും കുഴപ്പമില്ല, പോട്ടെ. ഇനി നായൊന്നുമില്ല ഇവൻ്റെ അത് കഴിഞ്ഞ്. ഇനി ഇവൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ ഇനി നായനൊന്നും വാങ്ങില്ല, വയ്ക്കില്ല. നഖമൊക്കെ അന്ന് വെട്ടിയതാണ്, നഖമൊക്കെ കൂടി തുടങ്ങി. എൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ ഇനി നായനൊന്നും വയ്ക്കുക ഇതൊന്നുമില്ല. ഇത് ചുണ്ടാണ്, ചുണ്ടൊക്കെ വലുതായി തുടങ്ങി, ചാടുക. പല്ല് തേപ്പിക്കും, പല്ലൊക്കെ തേപ്പിക്കുവനെ, കണ്ടോ. പുലിപ്പല്ല് മാതിരിയാണ്, കണ്ടോ. ഇതൊക്കെ തേച്ച് ബ്രഷിട്ട് തേച്ചിട്ടൊക്കെയാണ് പല്ല് ഇങ്ങനെയാവണത്. വായ എപ്പോഴും കഴിയിപ്പിക്കും. അത് കാരണം കൊണ്ടൊക്കെ ശുദ്ധമാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ചെയ്യും അതുമാതിരി തന്നെ കഴിയിപ്പിക്കും. അവിടെ ബേക്കൊക്കെ കഴിയിപ്പിക്കും. പുറത്തേക്ക് ഇറങ്ങിയ കാല് കഴിയിപ്പിക്കും, കണ്ടോ. കാലിൻ്റെ അടിയൊക്കെ കഴിയിപ്പിക്കും. ഒരു ഇതുമില്ല. സോപ്പ് ഇട്ടിട്ട് കഴുകും. അതാണ് രാമൻ്റെ അത്. ഇപ്പോൾ രാമന് ചോറ് ഉണ്ടാവും, പുറത്തേക്ക് പോയി 3 മൂത്രം ഒഴിക്കും, കഴിഞ്ഞാൽ കഴിക്കും. രാമു അവനാണ് രാമു.